ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 4 റോഡ് പോണിഗ്ലിഫ്സിനെ കുറിച്ചാണ്. ആ 4 പോണിഗ്ലിഫ്സ് ആരുടെ കയ്യിലുണ്ടാകാനാണ് ചാൻസ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടിരുന്ന ബെല്ലൈക്കനും കൂടെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് നമ്മുടെ റോഡ് പോണിഗ്ലിഫ് നമ്മുടെ വൺ പീസ് കണ്ടുപിടിക്കാൻ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന്. എന്നാൽ അതിൽ 3 എണ്ണം ഇപ്പോൾ നമ്മുടെ ലൂഫിയുടെയും അതുപോലെ തന്നെ ഷാങ്ക്സിൻ്റെയും കയ്യിലുണ്ട്, ബ്ലാക്ക് ബിയർഡിൻ്റെയും. ഇനി ഇവർക്ക് ആവശ്യം ഒറ്റൊരു പോണിഗ്ലിഫ് മാത്രമാണ്. ഒറ്റൊന്നും കൂടെ കിട്ടിയാൽ അവർക്ക് നമ്മുടെ വൺ പീസിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേങ്കിൽ ഈ 4ാമത്തെ റോഡ് പോണിഗ്ലിഫ് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പോണിഗ്ലിഫ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സീനിൽ കാണാം നമ്മുടെ ലാഫേറ്റ് ഈ ക്യാരക്ടറെ പറ്റി പറയുന്നത്. ഒരു ബേൺഡ് സ്കാറുള്ള ആൾ ഒരു ബ്ലാക്ക് ഷിപ്പിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ലാഫേറ്റ് പറയുന്നത് നമുക്ക് കാണാം. നമ്മൾ ഈ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ആ ഷിപ്പ് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് നമ്മുടെ ലാഫേറ്റ് ഈ ഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആൾ ആരാണ് ചാൻസ് കൂടുതലെന്നാണ് നമ്മളിന്നത് പറയാൻ പോകുന്നത്. ഈ ക്യാരക്ടർ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആകാൻ ചാൻസ് കൂടുതൽ നമ്മുടെ ഇപ്പോൾ ഷാങ്ക്സിൻ്റെ ബ്രദറായിട്ട് കാണിച്ചിരിക്കുന്ന ആ ക്യാരക്ടറാണ്. ഷാങ്ക്സിനെ പോലെ തന്നെ തോന്നിക്കുന്ന ആ ക്യാരക്ടർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ഫിഗർ ഈ പോണിഗ്ലിഫ് ഹൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കുക, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം. അതുകൊണ്ട് നമ്മുടെ ഷാങ്ക്സിൻ്റെ ബ്രദറാകാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനിത് സത്യമാകാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാൻ കാരണം നമുക്കറിയാം വേൾഡ് ഗവൺമെൻറ് ഒരിക്കലും ഈ ലാഫ്റ്റൈലിൽ അടുത്ത പൈററ്റ്സ് എത്തരുന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ആകാനാണ് ചാൻസ് കൂടുതൽ. അതിനുവേണ്ടി നിയമിച്ചൊരു ഒരാളാകാനാണ് നമ്മുടെ ഷാങ്ക്സിൻ്റെ ബ്രദർ. പിന്നെയുള്ള ചാൻസ് എന്ന് വെച്ചാൽ ഈ റോഡ് പോണിഗ്ലിഫ് വേണമെങ്കിൽ നമ്മുടെ റോജറിൻ്റെ ക്രൂവിലെ റോജറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാനായ സ്കോപ്പർ കപ്പാൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിലാണ് ഈ റോഡ് പോണിഗ്ലിഫ് ഉള്ളതെന്നും പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ എൽബാഫിലാണുള്ളത്. എൽബാഫിൽ നിന്ന് ഈ റോഡ് പോണിഗ്ലിഫ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നും പറയുന്നത്. കാരണം നമുക്കറിയാം ഷാങ്ക്സ് ഇപ്പോൾ നമ്മളെ കിഡിൻ്റെ കയ്യിൽ നിന്ന് 3 പോണിഗ്ലിഫിൻ്റെ കോപ്പി എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഷാങ്ക്സ് പറയുന്നുണ്ട് നമുക്ക് വൺ പീസ് ക്ലെയിം ചെയ്യേണ്ട സമയമായിരുന്നു. അതൊരു പക്ഷേ ഈ 4ാമത്തെ പോണിഗ്ലിഫ് നമ്മുടെ ഫിഷ്മാൻ ഐലൻഡിൽ നിന്ന് എൽബാഫിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കോപ്പർ കപ്പാനായിരിക്കും. അതുകൊണ്ട് തന്നെ ഷാങ്ക്സിന് അത് കിട്ടാൻ വലിയ പണിയൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. പിന്നെ മറ്റ് പോണിഗ്ലിഫ് ഷാങ്ക്സിന് എടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ കായഡോൻ്റെ കൂടെയും ബിഗ് മാമിൻ്റെ കൂടെയും ഒക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് നമ്മുടെ കൊളാക്ടറൽ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഷാങ്ക്സ് അതിന് താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മുടെ കിഡിൻ്റെ കയ്യിൽ നിന്ന് ഷാങ്ക്സ് അത് എടുത്തത്. കാരണം കിഡിനെ ഡിഫീറ്റ് ചെയ്യാൻ ഷാങ്ക്സിന് വലിയ പണിയൊന്നും ഉണ്ടാകില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷേ നിങ്ങളിപ്പോൾ പറയും ഷാങ്ക്സിന് ആദ്യം വൺ പീസിൻ്റെ ലൊക്കേഷൻ അറിയാം, അതാ ഷാങ്ക്സ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ. വേണമെങ്കിൽ അത് സത്യമായിരിക്കാം. എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ റോഡ് പോണിഗ്ലിഫ് ഇപ്പോൾ എൽബാഫിലായിരിക്കും. പിന്നെ ഈ റോഡ് പോണിഗ്ലിഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മങ്കി ഡി ഡ്രാഗനാണ്. നമുക്കറിയാം മങ്കി ഡി ഡ്രാഗൺ റെവല്യൂഷണറി ആർമിയുടെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് ഈ റോഡ് പോണിഗ്ലിഫ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൺ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇങ്ങനെയുള്ളൊരു പോണിഗ്ലിഫ് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറിന് മാത്രമേ പറ്റൂ. അതൊരു പക്ഷേ ഡ്രാഗൺ ആകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ തിയറീസിനെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ കൂടെ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.